ആ അടുക്കളക്കാരി ആനന്ദേട്ടനും കൂടി മുംബൈയിൽ നിന്ന് ഇന്ന് തിരുവനന്തപുരത്ത് 4 മണിക്ക് വന്നിറങ്ങുന്നു. സത്യമാണോ നീ പറയുന്നത്? അവരൊരുമിച്ച് മുംബൈയിൽ നിന്ന് വരുന്നെന്ന് നിനക്കെങ്ങനെ അറിയാം? അത് അരവിന്ദേട്ട ആനന്ദേട്ടനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാ. ദേ ഇപ്പോ. ഓഹോ, അപ്പൊ കാര്യം സത്യമാണ്. കൊള്ളാം. ആ അടുക്കളക്കാരി മുംബൈയിലുണ്ടെന്നും 3 എണ്ണവും ഇന്ന് പുറപ്പെടുവെന്നും ഞാൻ നേരത്തെ അറിഞ്ഞതാ. പക്ഷെ പകുതിയെ വിശ്വസിച്ചിരുന്നുള്ളൂ. ആന്റിക്ക് അറിയായിരുന്നോ? എങ്ങനെ? ചന്ദ്രൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞ സമയം ഞാൻ ശ്രദ്ധിച്ചില്ല. വിശ്വസിച്ചതും പകുതി മാത്രം. എന്നാ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. സമയം വൈകിട്ട് 4 മണിക്കാ. അവരെ പിക്കപ്പ് ചെയ്യാൻ അരവിന്ദേട്ടൻ എയർപോർട്ടിലേക്ക് പോകുമെന്നും പറഞ്ഞു. മനസ്സിലായി. അങ്ങനെയാണെങ്കി ആന്റി എന്താ ഈ ആലോചിക്കുന്നത്? അല്ല ജയന്തി, നമ്മൾ പറയുമ്പോഴാണല്ലോ എല്ലാ കാര്യവും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് വിശ്വസിക്കാൻ വലിയ പാട്. സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അഖിലാണ്ടേശ്വരിയെ എയർപോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നേരിട്ട് കാണിക്കാൻ പോവാണ് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനും അടുക്കളക്കാരിയും ഫ്ലൈറ്റിൽ പറന്നു വന്നിറങ്ങുന്ന കാഴ്ച. അതിന് പക്ഷെ അഖിലാന്റെ എയർപോർട്ടിലേക്ക് വരാൻ സമ്മതിക്കണ്ടേ? മാത്രമല്ല ആനന്ദേട്ടനെ പിക്കപ്പ് ചെയ്യാൻ പോകുന്നത് അരവിന്ദേട്ടൻ മാത്രമാ. മറ്റാർക്കും അറിയില്ല ഇത്. അതെ, അതായത് ഇന്ന് ആനന്ദ് മുംബൈയിൽ നിന്നും വരുന്ന വിവരം അഖിലാണ്ടേശ്വരിയെ ആനന്ദ് അറിയിച്ചിട്ടുണ്ടാവില്ല. അരവിന്ദും ആ വിവരം അഖിലയെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞ ആനന്ദ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വരുമെന്ന് അഖിലാണ്ടേശ്വരി അറിഞ്ഞ ഉറപ്പായിട്ടും മകനെ റിസീവ് ചെയ്യാൻ എത്തുമെന്ന് ആനന്ദിനും അരവിന്ദിനും നന്നായിട്ട് അറിയാം. അതോടെ കള്ളക്കളികളൊക്കെ പൊളിയൊന്നും അറിയാവുന്നത് കൊണ്ടാ ആനന്ദിന്റെ വരവ് അഖിലയിൽ നിന്നും മറച്ചു വെച്ചത്. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാമാന്യ ബുദ്ധി വെച്ച് നീ തന്നെ പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. നമ്മള് ആനന്ദേട്ടൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുമെന്ന് അഖിലാന്റെ അറിയിക്കുന്നു. അപ്പം നിനക്ക് ബുദ്ധിയൊക്കെ വെച്ച് തുടങ്ങിയെന്ന് അർത്ഥം. എന്നാ പിന്നെ അതങ്ങ് ചെയ്താ പോരെ? ചെല്ലങ്ങോട്ട്. അയ്യോ, ഞാൻ പോയി പറയണോ? പിന്നെ ഞാനോ? ഞാൻ അഖിലാണ്ടേശ്വരിയോട് സംസാരിക്കാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുള്ളതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? അത് ശരിയാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. ദേ നോക്ക്, നീ അഖിലാണ്ടേശ്വരിയോട് ആനന്ദ് കല്യാണിയുമായിട്ട് മുംബൈയിൽ നിന്നും നമ്മുടെ എയർപോർട്ടിലേക്ക് വന്നിറങ്ങാൻ പോകുന്ന കാര്യമൊന്നും പറയാൻ നിക്കണ്ട. ആനന്ദ് നാട്ടിലേക്ക് വന്നിറങ്ങുന്നു എന്ന് മാത്രം പറഞ്ഞാ മതി. ദേ, എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം, കേട്ടോ? അപ്പൊ എല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായി ആന്റി. ശരി, നടക്ക്. നോ പ്രോബ്ലം. ഇന്ന് വൈകിട്ട് തന്നെ ആയിക്കോട്ടെ. സമയം ഞാൻ അറിയിക്കാം. എല്ലാ ഡോക്യുമെന്റ്സും എടുക്കാൻ പറയണം. കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിന്റെ കോപ്പി, നിങ്ങളുടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള ആസ്തി, അങ്ങനെ എല്ലാം വേണം. ഓക്കെ, ശരി. ടൈം ഞാൻ വിളിച്ച് പറയാം. അരവിന്ദ്, നീ എന്തെന്ന് ഓഫീസ് പോകുന്നില്ലേ? പോകുന്നുണ്ടമ്മേ. രാവിലത്തെ ഒരു മീറ്റിംഗ് ക്യാൻസലായി. ഫ്ലൈറ്റ് ലേറ്റാ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈവനിങ് നിനക്ക് എന്തെങ്കിലും പ്രത്യേക പ്രോഗ്രാം ഉണ്ടോ? ക്യാൻ യു സ്പെയർ സം ടൈം ഫോർ മീ? അയ്യോ, ഈവനിങ് ഫ്ലൈറ്റിൽ ബ്രോയും കല്യാണിയും വരുന്നുണ്ടല്ലോ. അവരെ പിക്കപ്പ് ചെയ്യാൻ എയർപോർട്ടിൽ പോകും വേണം. എന്താ ഒരു വഴി? നീ ഇത്രയും ഗഹനമായി ആലോചിക്കുന്ന കണ്ടാൽ എന്തോ പ്രോഗ്രാം ഉള്ളതുപോലെ തോന്നുമല്ലോ. അതമ്മേ, ഒരു പ്രോഗ്രാം ഉണ്ട്. നേരത്തെ കമ്മിറ്റ് ചെയ്തതാണേ. സാരമില്ല, അതൊന്ന് ക്യാൻസൽ ചെയ്തേക്ക്. എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. അയ്യോ ദൈവമേ, ബ്രോയെ പിക്ക് ചെയ്തോളന്ന് ബ്രോയെ വിളിച്ച് പറയും ചെയ്തല്ലോ. ഇനി എന്ത് ചെയ്യും? ഈവനിങ്ങില് പുതിയൊരു കമ്പനി വാങ്ങണോ വേണ്ടയോ എന്നൊരു ഡിസ്കഷൻ. വലിയ ഗുഡ് വില്ലൊന്നുള്ള കമ്പനി അല്ല, എന്നാലും ഭാവിയിൽ നല്ല പ്രോഫിറ്റ് ഉള്ളതായി മാറുന്ന ഇടനിലക്കാരൻ പറയുന്നത്. ഓ,
കൃഷ്ണേട്ടന് കൂടെ വരാൻ പറ്റില്ല, വേറെന്തൊക്കെയോ ഒരു മീറ്റിംഗ് ഉണ്ട്. ആനന്ദാണെങ്കിൽ ഇവിടെ ഇല്ല. ആ സ്ഥിതിക്ക് നീയും കൂടി വന്നാൽ എനിക്കതൊരു വലിയ ഹെൽപ്പായിരിക്കും. പോയി പറ ചെല്ല്. ആന്റി, എന്താ വിളിച്ചേ? അത് ഡി നിന്ന് ചിണുങ്ങാതെ ആനന്ദ് എന്നെ ഫോൺ ചെയ്തിരുന്ന കാര്യം പറയേ. ആനന്ദ് ഫോൺ ചെയ്തെന്നോ? എന്തിനാ? അമ്മയുടെ ഫോൺ കിട്ടാത്തോണ്ട് ഇളയമ്മയെ വിളിച്ചതാണെന്ന് അവൻ പറഞ്ഞു. ബ്രോ ഇളയമ്മയെ ഫോൺ വിളിച്ചോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അവൻ ഇന്ന് നാട്ടിൽ തിരികെ വരുന്നെന്ന്, വൈകിട്ട് 4 മണിയുടെ ഫ്ലൈറ്റില്. അമ്മയോട് പറഞ്ഞേക്ക് ഒരുപക്ഷെ അമ്മയും കൂടി വിളിക്കാൻ വന്നാലോന്നാ ആനന്ദ് പറഞ്ഞത്. പറഞ്ഞു കൊടുക്കടി വിളിച്ച കാര്യം. ആ ഉറപ്പായിട്ടും ബ്രോ ഇളയമ്മയെ വിളിക്കില്ല. അപ്പൊ പിന്നെ ഈവനിങ് ഫ്ലൈറ്റ് 4 മണിക്ക് ബ്രോ എത്തുന്ന ഇളയമ്മ എങ്ങനെ കൃത്യമായിട്ട് പറയുന്നേ? ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്. ബ്രോയെ വിളിക്കാൻ അമ്മ എയർപോർട്ടിൽ വന്ന ആകെ കുഴഞ്ഞു കാര്യങ്ങളെല്ലാം. അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ അവന്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ? ഇന്നത്തോടെ തൃച്ചംബരത്തെ കാമുകന്മാരെ അഖിലാണ്ടേശ്വരി കൈയോടെ പൊക്കും. ഈ വിലാസിനിയോടാ അവന്റെയൊക്കെ കളി. അരവിന്ദ്, അമ്മേ, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് കമ്പനിയുടെ കാര്യം ആനന്ദ് കൂടി വന്നിട്ട് നാളെ ഡിസ്കസ് ചെയ്യാമെന്ന് തീരുമാനിക്കാം. ഇന്ന് നമുക്ക് ഈവനിങ്ങിൽ ആനന്ദിനെ റിസീവ് ചെയ്യാനാണ് പോകാനുള്ളത്. എന്താ ഓക്കെ അല്ലേ? ശരി, എന്നാ പോവാം. ചോദിക്കടി, നിനക്കെന്താ കാര്യങ്ങൾ ചോദിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അഖിലാന്റി, ഞാനേ ഇതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ല. ആനന്ദേട്ടനെ വിളിക്കാൻ പോകുമ്പോഴേ ഞാനും വിലാസിനെ ആന്റി വന്നോട്ടെ പ്ലീസ് ആന്റി. ശരി, വന്നോ. ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് ആഗ്രഹങ്ങൾ അടക്കി വെക്കണ്ട. താങ്ക്സ് ആന്റി, വലിയ സന്തോഷമായി. ഓ, ഇഷ്ടം. താങ്ക്സ് അരവിന്ദേട്ടാ. ഇപ്പോ നമ്മുടെ ആ എയർപോർട്ട് ഒരു അരക്കില്ലം പോലാ തോന്നുന്നത്. ഇന്ന് ആ അരക്കില്ലത്തിട്ട അടുക്കളക്കാരിയെ ഞാൻ കത്തിക്കും. നീ കണ്ടോ എന്താ നടക്കാൻ പോകുന്നേന്ന്? ബ്രോ ഈവനിങ് ഫ്ലൈറ്റ് വരുന്ന കാര്യം ഇളയമ്മ എങ്ങനെ അറിഞ്ഞു എന്നാ എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. അതെന്തായാലും ബ്രോ പറയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഇത് കല്യാണി കൊടുക്കാൻ തന്നെയാ ഇളയമ്മ അമ്മോട് ബ്രോ വരുന്ന കാര്യം പറഞ്ഞത്. ഏതായാലും അമ്മ എയർപോർട്ടിൽ വന്ന സംഗതി കുഴയും. അമ്മ എയർപോർട്ടിൽ വരുന്ന കാര്യം ആദ്യം ബ്രോയെ അറിയിക്കാം. ബ്രോ എന്തായാലും ഒരു ഉപായം കണ്ടെത്തിക്കോളും. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. സുബ്ബണ്ണനെ വിളിക്കാം. സുബ്ബണ്ണന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനി അമ്മ എയർപോർട്ടിൽ വരുന്നത് ഞാൻ എങ്ങനെ അറിയിക്കും ദൈവമേ? ഭഗവാനെ, ഇനി എന്തൊരു വഴി? ശരിക്കാണെങ്കിൽ ഭ്രാന്തെടുത്തിട്ട്. അമ്മയോട് ഇരിക്കേ. ഫ്ലൈറ്റ് ലേറ്റ് ആണോ സംശയമുണ്ട്. ബ്രോയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അതെങ്ങനെ കിട്ടും? ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരിക്കും. ഇനി ഇവിടെ ഇറങ്ങിയാലേ ലൈൻ കിട്ടൂ. അതെ, അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞേ. ഞാനൊന്ന് നോക്കിയിട്ട് പോരെ. അല്ല,
നീ ആ പെൻബോൾ കമ്പനിയുടെ ബിസിനസ് ഓർഡർ നോക്കിയായിരുന്നു? ഇല്ലമ്മേ, ലാപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ വെയിറ്റിംഗ് ആണെങ്കിൽ നോക്കാന്ന് വിചാരിച്ചാ. ശരി, ഞാനൊന്ന് നോക്കാം. നീ പോയിട്ടോ. ആ ഇതാമ്മേ. ഇതെന്താടി അഖില ഇറങ്ങുന്നില്ലേ? അവനെന്താ ഒറ്റയ്ക്ക് പോകുന്നേ? നീ ഒന്ന് പോയി നോക്കിട്ട് വാ. ചെലപ്പോ. ശരി. ആന്റി, ആന്റി എന്താ ഇറങ്ങുന്നില്ലേ? ഫ്ലൈറ്റ് ഓൺ ടൈം ആണോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഇറങ്ങാം. അരവിന്ദ് നമുക്കിട്ട് നല്ല പണി തരുമെന്നാ തോന്നുന്നത്. വാ. അരവിന്ദ് ആണല്ലോ വിളിക്കുന്നത്. ഹലോ അരവിന്ദ്. ബ്രോ, എത്ര നേരമാണ് ഞാൻ ട്രൈ ചെയ്യാന്നറിയോ? അതിന് ഞങ്ങളിപ്പോ ലാൻഡ് ചെയ്തതല്ലേ ഉള്ളൂ. ഫോൺ ഓൺ ആക്കിയപ്പോ തന്നെ നിന്റെ കോള് വന്നു. വണ്ടി പാർക്കിങ്ങിലാണെങ്കിൽ എടുത്ത് പോർച്ചിലേക്ക് കൊണ്ടുവന്നു. സുബ്രും കല്യാണി എന്നോടൊപ്പം ഉണ്ട്. അതാ പ്രശ്നം. ബ്രോ ഇപ്പൊ കല്യാണി കൊണ്ട് പുറത്തു വരരുത്. ഇവിടെ ഇപ്പൊ അമ്മ വന്നിരിക്കുക ബ്രോയെ സ്വീകരിക്കാൻ. വാട്ട്? അമ്മയും വന്നിട്ടുണ്ടെന്നോ? എടി, ഇത് ഇവൻ ആനന്ദിനോട് ഇവിടുത്തെ വിശേഷങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞു കൊടുക്കുന്നതാ. അപ്പൊ അവന് കല്യാണിയെ അഖിലാണ്ടേശ്വരിയുടെ മുന്നിൽ കാണിക്കാതെ മാറ്റാൻ പറ്റും. നമുക്കത് പൊളിക്കണം. എന്താ ചെയ്യാൻ പറ്റുന്നേ? നീ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ, ജസ്റ്റ് ഒന്ന് അമ്മയെ മാനേജ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓ, അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. പക്ഷെ 2 വിഷസർപ്പങ്ങൾ കൂടെ ഇല്ലേ, ഇളയമേൻ ജയന്തി. അവര് കൂടെ വന്നിരിക്കുന്ന തന്നെ ബ്രോയും കല്യാണിയും കയ്യോടെ പിടിക്കാനാ. അതിനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറ. അറിയാം, ഞാനൊന്ന് നോക്കട്ടെ. നീ തൽക്കാലം ഫോൺ കട്ട് ചെയ്യുക, ഞാൻ വിളിക്കാം. ആ ശരി ശരി, ഓക്കെ. വലിയൊരു അപകടമുണ്ട്. പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്യുക, അമ്മയും ഇളയമ്മയും ജയന്തിയും. ഓ മൈ ഗോഡ്, ആന്റി എങ്ങനെ അറിഞ്ഞു നമ്മളിപ്പോ വരുമെന്ന്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അരവിന്ദിനോട് മാത്രമേ നമ്മൾ കല്യാണിയും കൊണ്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. അരവിന്ദ് ഒരിക്കലും അമ്മയോട് പറയില്ല. അപ്പൊ ഇതിനിടയിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാ. ഇനിയിപ്പോ എന്ത് ചെയ്യും വല്യുഞ്ഞേ? ഈശ്വര, മാഡം അങ്ങനെ എന്നെ കണ്ട അതോട് തീരും എല്ലാ കളിയും. നീ ധൈര്യമായിട്ടിരിക്കുക കല്യാണി. ഈ കളിയിൽ ദൈവം നമ്മളെ ഇറക്കിയെങ്കിൽ ജയിക്കാനുള്ള വഴിയും ദൈവം തന്നെ കാണിച്ചു തരും. ജസ്റ്റ് എനിക്കൊന്ന് ആലോചിക്കാനുള്ള സമയം എന്താ? അങ്ങനെ ചെയ്തോ? ആലോചിച്ചിട്ട് നിനക്ക് ഇതുവരെ ഒരു പുണ്ണാക്കം കിട്ടിയില്ലേ? അങ്ങനെ ചോദിച്ചാ എനിക്ക് ചവയ്ക്കാതെ ഒന്നും പ്രവർത്തിക്കൂല. അതാ പ്രശ്നം. ഓ, നിന്റെ ഒരു ചവയ്ക്കല്. ഇവിടുന്ന് കുറച്ച് മണ്ണ് വാരി വായിലിട്ട് തരാൻ ചവയ്ക്കാൻ. ദേ, നീ പോയി അഖിലയോട് പറ ഫ്ലൈറ്റ് വന്നെന്ന്. അയ്യോ, അത് പിന്നെ ഒരു പിന്നെയും ഇല്ല. എടി, ആനന്ദിനി എന്ത് കൃത്രിമം കാണിച്ചാലും അവൻ അവളെയും കൊണ്ട് ഈ വഴി വന്നേ പറ്റൂ. അത് തടയാൻ നമുക്ക് ഇവിടെ ആദ്യം വേണ്ടത് അഖിലയുടെ കാവല. നീ ചെന്ന് അവരെ വിളിച്ചോണ്ട് വാ. ചെല്ല്, ഒന്ന് പോടി. പോ.
നില്ലടാ നില്ല്. നീ അവിടെ തന്നെ നില്ല്. നിന്നെയും നിന്റെ അവനെയും വിറ്റ കാശ ഈ വിലാസിനിയുടെയില്. അല്ല പിന്നെ. അളിയാ, ഹായ് ഹസ്മീർ. നീ എന്താ ഇവിടെ? സുബ്രു, ഇത് ഹസ്മീർ, എന്റെ ക്ലാസ്മേറ്റ്. ഞങ്ങള് MBA ഒരുമിച്ചായിരുന്നു. ഹലോ. ഹലോ. ഇത് സുബ്രു, സുബ്രഹ്മണ്യൻ, എന്റെ അയൽക്കാരനും കളിക്കൂട്ടുകാരനും ഒക്കെ. ഹായ്. ഒന്നും പറയണ്ട ഭായ്, ഞാനിപ്പോ ദുബായിലാ. ദേ ഇതാണ് ഞമ്മന്റെ കെട്ടിയുള്ള ആയിഷ. ഓ, നമസ്കാരം. ഇവളെ കെട്ടിയ ശേഷം ദുബായിൽ ഒരുവിധം സെറ്റിലായതാ. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. ഞമ്മന്റെ കുട്ടീനെ പുറത്തെടുക്കുന്നത് ഇവിടെയുള്ള ഒരു ഡോക്ടറാ. ഇവളുടെ ഒരു ആന്റി. നമ്മളിപ്പോ തിരിച്ചു പോണ വഴിയാ. ആന്റി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ചതിച്ചല്ലേ എന്റെ ദൈവമേ, അവരെ അമ്മയും വിളിച്ചോണ്ടാണല്ലോ വരുന്നത്. ഈറ്റങ്ങളൊക്കെ വെട്ടിവെച്ച് കൊല്ലേണ്ട സമയം കഴിഞ്ഞു. അമ്മേ എവിടെ? അരവിന്ദ്, ബ്രോയും സുബ്ബണ്ണനും മാത്രമുള്ളല്ലോ. കല്യാണി ഇതെവിടെ പോയി? ഇതിപ്പോ രണ്ടാളല്ലേ ഉള്ളൂ. ആ വേലക്കാരി പെണ്ണ് എവിടെ പോയി? ആന്റി, എന്താ ഇനിയിപ്പോ നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് അറിഞ്ഞിട്ടേ പ്ലെയിനിന്നെ നേരത്തെ വല്ല ഇറങ്ങിക്കാണോ? എവിടെയാ ഈ പ്ലെയിനിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ്? ഓ, ഒന്ന് പൊടി. യാത്ര സുഖമായിരുന്നില്ലേ? ഓ അതേമ്മേ, സൂപ്പർ യാത്ര. ഇളയമേ, സുഖല്ലേ? ആ സുഖം തന്നെ. ബ്രോ. ആ അരവിന്ദ്, കല്യാണി എവിടെ ബ്രോ? അതെല്ലാം പിന്നെ പറയാം. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു ആന്റി. അപ്പോ ഞാൻ ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് നീ ഇറങ്ങിയാ മതി എന്ന് പറഞ്ഞു കാണും. ആ അമ്മേ, അച്ഛനാ. കൃഷ്ണടാ, ആ പറയ. ഏയ് അല്ലല്ല, എന്ത് പറ്റി ഇളയമേ? അല്ല, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇല്ലില്ല, വെറുതെ. എന്നാ പോവാം. ആ പോവാം.
ആ ശരി കൃഷ്ണേട്ടാ. ആ നമുക്ക് നോക്കിയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം. എന്താ കുട്ടി ഇത്? നോക്കി നടക്കണ്ടേ, പ്രത്യേകിച്ചും ഈ സമയത്ത്? വീണിരുന്നെങ്കിലോ? സൂക്ഷിക്കണ്ടേ? ചെരുപ്പ് സ്ലിപ്പായതാ. താങ്ക്സ് അമ്മേ. ഒറ്റയ്ക്കാണോ? കൂട്ടിനാരുമില്ലേ? ഇല്ല, ഹസ്ബൻഡ് ദുബായിന്ന് കയറ്റി വിട്ടതാ. ഓർക്ക് ലീവ് കിട്ടിയില്ല. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ? എവിടെയാ വീട്? വലിയ പള്ളി ജംഗ്ഷനിലാ. അത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണല്ലോ. ജയന്തി, എന്താ ആന്റി? നിങ്ങൾ വന്ന കാറില് ഈ കുട്ടിയെ കൂടി പേരെന്താ കുട്ടിയുടെ? ഉമ്മുക്കുൽസു നമ്മളെ പേര്. ആ, ഉമ്മുക്കുൽസിനെ കൂടി കയറ്റിക്കൂ. ഇവർക്ക് വലിയ പള്ളിയിൽ എവിടെയാ ഇറങ്ങാനുള്ളതെന്ന് വെച്ചാ അവിടെ കൊണ്ടാക്കണം. ശരി ആന്റി. വേണ്ടമ്മ, ഞാൻ പോയിക്കോളാം. അമ്മ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടണേ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിനക്ക് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ളത് പോലെ ഉണ്ട്. അരവിന്ദ്, ഡ്രൈവറോട് കാർ എടുക്കാൻ പറ. ആ ശരി അമ്മ. ആ എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഇന്നലെ വരെയുള്ള ലീവേ കൊടുത്തിട്ടുള്ളായിരുന്നു. പറ്റുമെങ്കിൽ ഓഫീസ് സമയം തീരും മുമ്പ് ഒന്ന് കയറണം. ആന്റി, പോയിട്ട് വരാം. ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ വരാം. വേണ്ട ആന്റി, 2 ഡയറക്ഷനില്ല. ഞാനൊരു ടാക്സിയിൽ അങ്ങ് പോവാം. ഓക്കെ അനന്തേ, ഞാൻ വിളിക്കാം. ശരി അരവിന്ദ്, വന്ന ഒരു കാര്യം പറയട്ടെ. മോള് വരൂ. ആ